ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരിക്കൽ കൂടി എത്തിയിരിക്കുന്നത് ഒരു കിടിലൻ മുട്ടക്കറിയുമായിട്ടാണ്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത ഒരു കിടിലൻ മുട്ടക്കറി. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാൻ ഒരു വലിയ സവോള അത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. സവോളയും അതേപോലെ തന്നെ ഒരു മൂന്ന് തക്കാളി, അത്ര വലുതല്ല എന്നാലും ഒരു മീഡിയം. അപ്പം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അത്ര പേസ്റ്റ് അല്ല, ഒരു എന്താ പറയുക, ഒരു ക്രഷ് രൂപത്തിൽ. ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചായ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചായ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടാനുള്ള തേയിലയുടെ പൊടിയാണിത്. ഇത്രയും മാത്രം മതി കേട്ടോ. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു കടായി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പു, 3 ഏലക്ക, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇത് 3ഉം കൂടി ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയെടുത്തേക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. വെളുത്തുള്ളിയുടെ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, വെളുത്തുള്ളിയുടെ പേസ്റ്റും അതേപോലെ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റും ആണെങ്കിൽ. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും നമ്മളുടെ സവോളയുടെയും കൂടി ആ മിക്സിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാമായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇങ്ങനെ ഇതിലേക്ക് നമുക്കിനി മസാലകളൊക്കെ ആഡ് ചെയ്യണ്ടേ. നമ്മളുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ട് കണ്ട, ഇതിനകത്തൊന്ന് വറ്റി വരാൻ. അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് ഇതിൻ്റെ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് മസാലപ്പൊടിയും എല്ലാവിധ ഇതുകളും ചേർത്ത് കൊടുക്കാം. ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനകത്തേക്ക് വെള്ളമൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഇതിനകത്തേക്ക് വെള്ളമായിട്ട് ചേർക്കണുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. രണ്ട് ടേബിൾ സ്പൂൺ, ചെറിയ സ്പൂണിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച കുത്തുണ്ടാവില്ല, ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടാൻ. അപ്പം ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ല. അപ്പം നമ്മൾ ചേർത്തതെല്ലാം ഇതിലേക്ക് കയറിക്കോളും. ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തന്നെയാണ് സൈഡിലൊക്കെ. ആ അതിൻ്റെ ആ സ്മെല്ലാം അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ നമ്മളുടെ ചായയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ആയിരിക്കും. മധുരം ചായ തിളപ്പിക്കുമ്പോൾ നമ്മളിതിനകത്ത് പഞ്ചസാരയൊന്നും ഇടരുത്, വെറുതെ തേയിലപ്പൊടി മാത്രം ഇട്ട് തിളപ്പിച്ചെടുക്കാം. അധികം കടുപ്പവും പാടില്ല കേട്ടോ. അധികം കടുപ്പമായ ചായയുടെ ടേസ്റ്റായി പോവും നമ്മളുടെ ഈ മുട്ടക്കറിക്ക്. അധികം കടുപ്പം പാടില്ല, കുറച്ച് മാത്രം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി.
ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. എല്ലാം ഇതൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മളുടെ മസാലകളുടെയൊക്കെ പ്രത്യേക സ്മെല്ലാട്ടോ ഇതിന് വരുന്നത്. ഇത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ചായയുടെ വെള്ളം യോജിപ്പിച്ച് കൊടുക്കാം. ചായയുടെ വെള്ളമായിട്ടത് നമ്മളത് അരിച്ചെടുത്തു. അതിൻ്റെ ചായ തേയിലപ്പൊടിയൊന്നും വരരുത്, വെള്ളം മാത്രം യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിനകത്തൊന്ന് കിടന്ന് ഇതെല്ലാമായിട്ടൊന്ന് യോജിക്കണം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഉപ്പ്. ഞാൻ ഇത്തിരി നമ്മളുടെ നാരങ്ങ നീരോ അല്ലെങ്കിൽ ചൊറുക്കയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ തക്കാളിക്ക് പുളി ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ പുളിയായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ കറിക്ക് പുളി കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് നാരങ്ങ നീര് അല്ലെങ്കിൽ ചുറുക്ക കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി എങ്ങനെ നല്ല ഇതായിട്ട് എണ്ണയൊക്കെ മുകളിലേക്ക് വരണണ്ട, നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ചെറിയ ഒരു കുഴമ്പം പരുവത്തിലെടുക്കാം, ഒത്തിരി ഡ്രൈ ആക്കണ്ട. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെയൊക്കെ കൂടെ ചപ്പാത്തിയോ എന്തെങ്കിലും കൂടെ കഴിക്കുമ്പോൾ, ചോറിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് ചെറിയ ചാറും കൂടി വേണ്ടേ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കറിക്കട്ടെ. അപ്പം നമ്മൾ ആ ഒഴിച്ച ചായപ്പൊടിയുടെ ഒന്നും പറയണ പോലും ഇല്ല കേട്ടോ. നമ്മൾ ഒത്തിരി കുത്തൊന്നുമില്ല, പക്ഷെ ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ ആ ചാറിനൊക്കെ. അതിൻ്റെ ഏലക്കായയും പിന്നെ നിങ്ങൾക്ക് പട്ടയും ഒക്കെ വന്നില്ലേ, അപ്പോൾ അതൊക്കെ കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. ഇപ്പോൾ ചെറിയ പീസാക്കി ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇതിലേക്ക് ഇടുന്നൊന്ന് ആയിക്കോട്ടെ. ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് കുറച്ച് കറിവേപ്പില കേട്ടോ. ഇപ്പം നമ്മുടെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം. ഇവിടെ ഇപ്പം എൻ്റെ മക്കൾക്ക് മല്ലിയിലയോടൊന്നും വലിയ താല്പര്യം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില. പുളിയും എരിവും എല്ലാം ഓക്കെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, അധികമൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ കുഞ്ഞ് സ്പൂണിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ കണ്ട് നമ്മുടെ കറി റെഡിയായി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ, അധികം സമയമൊന്നും വേണ്ട. അപ്പം എല്ലാവരും ഉണ്ടാക്കുക. കണ്ടതിന് ശേഷം ഞങ്ങളോട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.